നോക്കൂ, ഇത് സത്യം തന്നെയാണ്. കോൺഗ്രസ് ഇതുവരെ അവിചാരിതമായിട്ട് ഏത് സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചിട്ടില്ല. എൻ്റെ പ്രതീക്ഷയാണ്, ഞാൻ തന്നെ ആയിരിക്കും, ഞാൻ വേറൊരു പേര് കേട്ടിട്ടില്ല. പക്ഷേ ആ പ്രഖ്യാപനം വരുന്ന മുമ്പ് നമ്മൾക്ക് നിലവിൽ അവിചാരിതമായിട്ട് ഇറങ്ങാനൊരു അവകാശമില്ല. എന്തായാലും ഞാൻ സ്ഥലത്തിൻ്റെ MP ആയിട്ട് ഞാൻ എൻ്റെ കടമ പൂർത്തിയാക്കണം. എല്ലാ ദിവസവും 7-8 ചടങ്ങിൽ പങ്കെടുക്കേണ്ടത്, ജനങ്ങളെ കാണേണ്ടത്, അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രചരണമായിട്ടല്ല ചെയ്യുന്നത്. ഇവിടുത്തെ നിലവിലുള്ള ജനവിശ്വാസം കിട്ടിയ ഒരു MP ആയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതെ, അതാണ് ഒരു അവരുടെ ഒരു സെല്ലിംഗ് പോയിൻ്റാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ എനിക്കറിയാം. അദ്ദേഹം പിന്നെ കുറേ വർഷങ്ങളായിട്ട് വലിയൊരു പ്രധാനപ്പെട്ട ബിസിനസ്മാനായിട്ട് അറിയപ്പെടുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ 1-2 വർഷമായിട്ട് മന്ത്രിയുമാണ്. അദ്ദേഹം ആദ്യത്തെ തവണയാണ് പക്ഷേ ജനങ്ങളുടെ വോട്ട് ആവശ്യപ്പെടാൻ ഇറങ്ങുന്നത്. അതൊരു നല്ല പുതിയ അനുഭവമാണ് അദ്ദേഹത്തിന്. നമ്മൾ കാണാം എങ്ങനെയായിരിക്കും എന്ന്. അദ്ദേഹം രാജ്യസഭയിൽ പ്രവർത്തിച്ചൊരു വ്യക്തി മാത്രമാണ്. പക്ഷേ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഈ 15 വർഷം രാഷ്ട്രീയത്തിൽ ഒരു മനുഷ്യനെ ആക്ഷേപിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ അല്ല ഞാൻ ഇവിടെ ജയിച്ചിരിക്കുന്നത്. എൻ്റെ പ്രവർത്തനവും എൻ്റെ നിലപാടുമാണ് ഞാൻ ആൾക്കാരോട് ചൂണ്ടിക്കാണിക്കാൻ ഇറങ്ങുന്നത്. നമ്മൾക്കറിയാം, ഈ കുറേ വർഷക്കാലമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ ഓരോരു വികസന കാര്യത്തിന് വേണ്ടി എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. 40 വർഷമായി തടസ്സം നിന്ന ബൈപ്പാസ് റോഡിനെ നാഷണൽ ഹൈവേ ആക്കാൻ മുതൽ പാറശാലയിലും കിഴക്കൂട്ടത്തും റെയിൽവേ സ്റ്റോപ്പേജ് ഇല്ലാത്ത സ്ഥലത്തിൽ സ്റ്റോപ്പ് കൊണ്ടുവന്നതും, സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രി നമ്മളുടെ മെഡിക്കൽ കോളേജിനടുത്ത് ഇറക്കിയതും, അതിൻ്റെ ഒപ്പം മെൻ്റൽ ഹെൽത്ത് സെൻറ്ററിന് വേണ്ടി കാശ് കൊണ്ടുവന്നതും, ഇതൊക്കെ ഓരോരോ കേന്ദ്ര സർക്കാരിനെ സ്വാധീനിച്ച് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനൊപ്പം ടെക്നോ പാർക്ക് നമ്മളുടെ IT മേഖലയിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ എത്രത്തോളം ശ്രമത്തോടെയാണ് ആദ്യം നമ്മുടെ ഇവിടെ ഒറക്കിൾ ഇവിടെ വന്നിട്ട് സ്ഥാപിച്ചത്. അത് ഞാൻ വീഡിയോ കോൺഫറൻസ് ചെയ്ത് അവർ വിളിച്ചിട്ടാണ്. നിസാൻ വരുന്നതിൽ എൻ്റെ ഒരു വലിയൊരു മുൻകൈ ഉണ്ടായിരുന്നു. അത് അവരുടെ ഉടമസ്ഥൻ ആ കാലത്ത് പിന്നെ ലീഡേഴ്സിനോട് ചോദിച്ചോളൂ. ഏൺസ്റ്റ് ആൻഡ് യങ്, ഞാനും ഉമ്മൻചാണ്ടിയും കൂടിയാണ് അവരെ ഇവിടെ നിർത്തിയത്. അവർ ഈ സ്ഥലം വിടാൻ ആഗ്രഹിക്കുന്ന സമയത്ത്. എന്നിട്ടാണ് അവരും പോയിട്ട് ഇപ്പോൾ ഒരു ഫുൾ കെട്ടിടം നിറയെ ആൾക്കാരുള്ളത്. അപ്പോൾ നമ്മൾ തൊഴിലും വേൾഡ് ക്ലാസ് സ്ഥാപനങ്ങളെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നതിൽ ഒരു കുറവില്ലെന്ന് മാത്രമല്ല നമ്മൾ മുൻകൈ എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പ്രവർത്തനത്തിൻ്റെ പേരിലാണ് ഞാൻ വോട്ട് ആഗ്രഹിക്കാൻ പോകുന്നത്. നമ്മൾ മത്സ്യത്തൊഴിലാളികളെക്കുറിച്ച് ഏത് മനുഷ്യനും ഈ പാർലമെൻറ്റിൽ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് എൻ്റെ അത്ര സംസാരിച്ചിട്ടില്ല. അത് കടലാക്രമണം വിഷയങ്ങളോ സൈക്ലോൺ ഓഖിയുടെ വിഷയങ്ങളോ പ്രളയത്തിൻ്റെ വിഷയങ്ങളോ ഏതായാലും അവരുടെ കഷ്ടകാലം അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി വാദിക്കാൻ ഒരു പ്രതിനിധി എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചില വിഷയത്തിൽ നിലപാടേ സാധിക്കുള്ളൂ. ഈ സംസ്ഥാന സർക്കാർ ബിഷപ്പും വികാർ ജനറലിൻ്റെ എതിരെ FIR നടത്തി അവരെ പ്രതിയാക്കിയപ്പോൾ ഞാൻ 1 മണിക്കൂറിനകത്ത് പറഞ്ഞത് പിൻവലിക്കണമെന്ന്. മറ്റേ സ്ഥാനാർത്ഥികൾ ഈ വിഷയത്തിലൊക്കെ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു തെളിവുമില്ല. അതുകൊണ്ട് ഞാൻ പറയണത്, തിരുവനന്തപുരംകാർക്ക് എന്നെ അറിയാം. പക്ഷേ ഇത് ജനാധിപത്യമാണ്, അവർക്ക് പൂർണ്ണ അധികാരമുണ്ട്. അവർക്ക് ഇഷ്ടപ്രകാരം വോട്ട് ചെയ്യാൻ ഞാൻ അവരുടെ വിശ്വാസത്തിന് വീണ്ടും ആഗ്രഹിക്കുന്ന ഒരു സംശയമില്ല.